കറുപ്പില്ലാന്നല്ലോ പറയുന്നത്. അതായത് എൻ്റെ പൊന്നു മക്കളെ ഉള്ള കാര്യം ഞാൻ പറയാം. ഒരു MLA-യും കുറേ ഗർഭിണികളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA-യോടായാലും അതുപോലെ ഗർഭിണികളോടായാലും എനിക്ക് പുച്ഛാന്ന് തോന്നുന്നത്. അതിൽ ഒരുത്തൻ വന്നിട്ട്, അതായത് ട്രാൻസ്ജെൻഡറാന്ന് പറയുന്നുണ്ട്. അവെന്ന് പറയുന്നത് പണ്ട് ആറാട്ടണ്ണനെ പറ്റിയിട്ട് പലതും പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയോ പറ്റിയിട്ടും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ അവൻ്റെ കൂട്ടുകാരികൾ വന്നിട്ട് പറയുകയാണ് അവനും പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇവനെതിരെ നീങ്ങിയത് എന്ന്. നമ്മൾ ആരെയാണോ വിശ്വസിക്കേണ്ടത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA-യോട് ചോദിക്കാനുള്ളത്, താൻ ഇത്രയ്ക്ക് ദരിദ്രവാസിയാണോ? അതാണ് എനിക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴാണെങ്കിൽ കൊച്ചിയിലും അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കൂടുതൽ HIV പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ന് പറയുന്നത് പലരും പല തരത്തിലും പോകുന്നവരാണെങ്കിൽ എല്ലാവരും സൂക്ഷിച്ചോ. കാരണം എന്താ വെച്ചാൽ ഇത് വന്ന് പെട്ടിട്ട് പിന്നെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹായ് കേൾക്കുമ്പോഴേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു MLA-യുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളിൽ ആരോപണമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ആരോപണം മാത്രമല്ല, അതായത് ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ? അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവനിങ്ങനെ ഒരു ഹായ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ പെട്ടുപോകുന്നത്? അവനെന്ത് വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഇനി പണ്ടത്തെ ആ ഒരു വശീകരണ മന്ത്രം ഉണ്ടല്ലോ, അതെങ്ങാനും ഇനി അവൻ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പലരും വന്നിട്ട് പല രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴൊരുത്തം വന്ന് പറയുകയാണ് ഗർഭമില്ലായിരുന്നു. എന്നാൽ എവിടെയെങ്കിലും ഒരു കേസുണ്ടോ? ആ കേസുമില്ല. ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്ത്രീകളെയോ ഒരാളെ പോലും ഞാൻ എന്താ പറയുക ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാനോ ബഹുമാനിക്കാനോ ഒന്നിനുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതൊക്കെ കേൾക്കുന്നതാണ്, നമ്മൾ കുറേ സംഭവങ്ങൾ കേൾക്കുന്നതാണ്. പിന്നെ പലരുടെയും എന്ന് പറഞ്ഞാൽ ജീവിതങ്ങൾ കൊഴിഞ്ഞു പോകുന്നതും ഇമാതിരി തൊട്ടിത്തരം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള ഇതുപോലെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചാറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പും 4 വർഷം മുമ്പും ഉള്ളതാണ്. 3.5 വർഷം വേണ്ടി വന്നു ഒരുത്തിക്ക് പിന്നെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുറേ അവസ്ഥയിലൂടെ പോകുമ്പോൾ എങ്ങനെയാണോ ഇവരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്തത്. ഞാനൊരു സ്ത്രീയാണ്, ഇത് ശരിക്കും മുതലെടുപ്പല്ലേ നടത്തുന്നത്? നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇവനെയൊക്കെ പൊതുജന മധ്യത്തിൽ നിർത്തിക്കൂടെ? നിങ്ങളോട് മോശമായിട്ട് ഒരുത്തൻ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ചാറ്റും എടുത്തിട്ട് നേരെ കൊണ്ടുപോയിക്കൂടെ? നിങ്ങൾക്ക് ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓൻ്റെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്താൽ പോരെ? അല്ല, ഇതൊന്നും ചെയ്യാതെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ MLA അല്ലേ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴങ്ങ് പുറത്ത് വിടുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ അയാളെ ന്യായീകരിക്കുന്നില്ല. അയാൾ കോഴിയാകാം, അയാൾ ഇനി പൂവൻകോഴി തന്നെയാവാം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമ്മളെല്ലാം നികുതി പണം എടുത്തിട്ട് നല്ല രീതിയിൽ പുട്ടടിക്കുന്ന ടീമായാലും ശരി, അയാൾ മാത്രമാണ് പ്രതി, അല്ലെങ്കിൽ അയാൾ മാത്രമാണ് എന്തോ സംഭവത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നമുക്ക് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് തിന്നുന്നവരെല്ലാം വിശ്വസിക്കൂ, പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനോ ഞാനൊരു കോൺഗ്രസ്സുകാരനോ ഞാനൊരു BJP-കാരനോ ഒന്നുമല്ല. ഞാൻ പൊതുജനങ്ങളുടെ പക്ഷത്താണ്. അതായത് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ജോലി ചെയ്യണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്മാതിരി കഥകളോ വാർത്തകളോ നീല കഥകളോ ഒന്നും കേട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയും എൻ്റെ മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ ഇതുപോലെയുള്ള പിന്നെ എന്താ പറയുക റെക്കോർഡുണ്ട്, ഫോൺ രേഖകളുണ്ട്, അതുപോലെ വോയിസ് റെക്കോർഡുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളിത് പുറത്തു വിടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളിൽ ഇത് കേൾക്കുന്നതാണ്. അതായത് നമുക്കറിയാലോ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ചില ചാനലുകളെ വരെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ വഴിതെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും ഇതുപോലെയുള്ള ഈ ചാറ്റുകളുടെയും ചീറ്റുകളുടെയും കാര്യം പറയുമ്പോൾ അവരുടെയൊക്കെ ചോദ്യത്തിന് എന്താണ് ഈ സ്ത്രീക്ക് സംഭവിച്ചത്, എന്താണ് അവർ പറയുന്നത്, എന്താണ് അവരോട് ചാറ്റ് ചെയ്തത് എന്നുള്ള കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതെ മാതാപിതാക്കൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വിഷമിക്കുകയാണ്. അതാണ് നമുക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക. അതായത് അയാളുടെ വഴിക്ക് പോകട്ടെ, അയാളെ നിങ്ങൾ പുറത്താക്കോ അകത്താക്കോ എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇനിയും കൊണ്ടുവന്നിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു,
എനിക്കനുഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ബേഡന്റെ അനുഭവം നമ്മൾ കണ്ടതല്ലേ. ബേഡൻ ഇതേപോലെയാണ്, ബേഡൻ വിളിക്കുന്നിടക്കെല്ലാം പെണ്ണുങ്ങൾ പോകുന്നു. എന്തൊരു കഷ്ടായത്. അതാ ഞാൻ ചോദിക്കുകയാണ്, ഈ ബേഡൻ വിളിക്കുമ്പോൾ അയാളുടെ സംസാരം ശരിയല്ല, അയാളുടെ നോട്ടം ശരിയല്ല. നിങ്ങളൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലൂടെ പോകുമ്പോൾ ഒരു സ്ത്രീയോട് ഏതെങ്കിലും ഒരുത്ത മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോഴും ഏതാ ചെരുപ്പിട്ടിനെന്ന് നമ്മൾ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനോട് ഒരേ ഒരു മറുപടി മാത്രം പറയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ വീട്ടുകാരെ കണ്ടാൽ പറയും, ദാ മോൻ ഇതേപോലെ രോഗം തുടങ്ങിയിട്ടുണ്ടേ, ഒന്നിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ വല്ല മുരിക്കും കാണിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പെണ്ണ് കാട്ടിച്ചു കൊടുക്കുക എന്നല്ലേ പറയുക. അല്ലാതെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചിരിച്ചോണ്ടങ്ങ് പോവല്ലേ ചെയ്യുക. അങ്ങനെ കുറേ നാൾ നമ്മൾ ഈ ചിരിച്ചോണ്ട് പോകും. പിന്നീട് ഒരു ദിവസം നമുക്ക് മടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? പുറലോകം തെച്ചും പറയും, ദാ ഇവൻ ഇങ്ങനെയാന്നേ, അവൻ അങ്ങനെയാന്നേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയവരും കുറ്റക്കാരാണ്, ഈ തോട്ട് ഇട്ടവനും കുറ്റക്കാരനാണ്. അവനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിവൃത്തിയില്ലാതെ പോകുന്നവനാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ചുറ്റു സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും വാർത്താ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വില കളയരുത്. അതായത് പല ചാനലുകളിലും പോയിട്ട്, പല പ്രോഗ്രാമുകളിലും പോയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ നിൽക്കുന്ന, ഇന്നിപ്പം നമുക്കറിയാലോ, അതായത് അവിടെ ഒരു എന്താ പറയണ്ടേ, ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അവരെ എല്ലാ ഫോട്ടോസിലും ഉണ്ട്. അതായത് പല പാർട്ടികളുടെ പരിപാടിക്കും അവരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു നടിയാണെങ്കിൽ അവരും എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊന്നും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒന്ന് വൈറലാകണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒന്ന് കയറി അങ്ങ് പോകണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി പരാതി ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിലല്ലേ കൊണ്ട് കൊടുക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാധ്യമ സ്ഥാപനത്തിലാണോ പരാതി കൊണ്ട് കൊടുക്കുന്നത്? മാധ്യമ സ്ഥാപനത്തിൽ പരാതി കൊണ്ട് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും നമുക്ക് കേരള ജനതയ്ക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ വിശ്വസിച്ചോട്ടെ, അവർ കേട്ടോട്ടെ, അവരിതെന്തോ ആയിക്കോട്ടെ, നമുക്കിതിൽ പങ്കില്ല, നമുക്കിതിൽ കഴിയുകയും ചെയ്യില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, അതായത് പിന്നെ ഒരു സ്ഥാനത്തേക്കൊക്കെ മത്സരിപ്പിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവനെ അങ്ങ് മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഒരു കാരണവശാലും ജനങ്ങളുടെ ചെലവിൽ പോയിട്ട് അവൻ ഇമാതിരി പരിപാടി എടുക്കാൻ സമ്മതിക്കരുത്. അത് ഒരു പാർട്ടിക്കാരനെയും സമ്മതിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഇതുണ്ടെങ്കിൽ അവൻ പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവിനെ പോലെയാണ് നടക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ചില ടീമിൻ്റെയൊക്കെ നടത്തവും പത്രത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവൻ്റെ കയ്യിലുള്ള വാഹനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ഭഗവാനെ, 24 മണിക്കൂറും ജോലി ചെയ്തിട്ട് നമുക്കിതൊന്നും സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവനൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ഈ ഊച്ചാളികളുടെ കൂടി ഇങ്ങനെ നടന്നിട്ട് ഈ പൈസ തെച്ച് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തൊട്ടിത്തരം ചെയ്യുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപരമായിട്ട് ജീവിക്കാനുള്ള പെണ്ണും അതുപോലെ 2 കുട്ടികളും അവിടെ ഉണ്ടാവും. അതാണ് ആലോചിക്കേണ്ടത്. ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുക? ഒന്നും പറയാൻ കഴിയില്ല. ആ പെണ്ണിൻ്റെ ജീവിതം ഇതേ നരകത്ത് തന്നെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയോ ഇതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരമില്ല. നന്ദി, നമസ്കാരം.